രണ്ടാം LDF സർക്കാരിൽ ഏറ്റവും മികച്ച വകുപ്പ് ഏതാണ്? നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് മികച്ചതാണ് ഞാൻ ചോദിച്ചത്. മികച്ചു നിൽക്കുകയല്ലേ? 5 വർഷം കത്രിക 50 വർഷം വരെ വെക്കാവുന്ന കത്രിക 5 വർഷം കൊണ്ട് കണ്ടെത്തിയ വകുപ്പ് ഏതാ? കേരളത്തിലെ ആരോഗ്യ വകുപ്പ്. അപ്പൊ ഏറ്റവും മികച്ചത് ഏതാ? ആരോഗ്യ വകുപ്പ്. അല്ല, ഞാനൊരു ട്രോള് കണ്ടതാണ് ഓർത്തത്. ഒന്നാം പിണറായി സർക്കാരിന് നഷ്ടപ്പെട്ട കത്രിക രണ്ടാം പിണറായി സർക്കാർ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പം നിലവിൽ ഏറെ ചർച്ചയായിരിക്കുന്നത് ആരോഗ്യ വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറഞ്ഞാലും കുറെ കാര്യങ്ങളുണ്ട് പറയാൻ. പക്ഷെ എന്നാലും നിലവിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ അടുത്ത ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആരോഗ്യ വകുപ്പാണ് ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്നല്ല, ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് നിരവധി പരാതികളാണ് ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. പിണറായി സർക്കാരിലേക്ക് എത്തിച്ചതും ഒരു പരിധിവരെ അതെ അതെ ആരോഗ്യ വകുപ്പിന്റെ കെ ശൈലജ എന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ മികച്ച പ്രവർത്തനം എന്ന് തന്നെ പറയാം. അതിൽ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്, മറ്റൊരു വശം കൂടി ഉണ്ട് എങ്കിൽ പോലും ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് കത്രികയാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒരാള് ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അതിന് മറുപടി പറയണം, ഇങ്ങനെയാണോ പറയേണ്ടത് എന്ന ചോദ്യത്തിന് ഒരാള് പബ്ലിക് കമന്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അവർ അപ്പോ ആരോഗ്യമന്ത്രി അല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പൊ അവർ മറുപടി പറഞ്ഞു. അവർ ആരോഗ്യമന്ത്രിയാണോ എന്നല്ല, അവർ ഏതൊരു രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്? LDF സർക്കാരാണ്. LDF സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് അവർ അവിടെ നിൽക്കുന്നത്. അപ്പോ ഒന്നാം LDF സർക്കാരിലുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി അപ്പോഴത്തെ ഫോൾട്ടിന് ഇപ്പൊ UDF-ന്റെ ആണോ ആരോഗ്യമന്ത്രി? അല്ലല്ലോ. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരും ഉത്തരം പറയണം. ഒന്നാം പിണറായി സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ ശൈലജ ഇതിന് മറുപടി പറയുന്നതാണ്. അതെ അതല്ല, ഇനി അവരിനി ഇവരോട് ചോദിക്കും, ഞങ്ങൾ വെച്ച കത്രിക നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് പുറത്തെടുത്തെന്ന് ചോദിക്കൂ. അങ്ങനെ ചോദിക്കാനും മടിക്കില്ല. കാരണം ആ ഡോക്ടർ വന്ന് പറഞ്ഞത് എന്താണ്, എന്നിട്ട് അതിന് വേറെ പേരൊക്കെ പറഞ്ഞിട്ട് ഇത് കത്രികയല്ല, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് കുത്താനെന്നുള്ള ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സാധനം, അത് ഏത് സൈസിലുള്ളതായാലും അത് കത്രിക തന്നെയാണ്. അത് ചെറുതായാലും വലുതായാലും അത് കത്രിക തന്നെയാണ്. അവർ മൊസ്കിറ്റോ എന്നൊക്കെയാണ് അവരെന്റെ പേര് പറഞ്ഞത്. നിങ്ങൾ പറയുമ്പോൾ അതൊരു കത്രികയല്ല, അത് മൊസ്കിറ്റോ ആണ്. എന്തായാലും ഒരു പണിയായുധം തന്നെയല്ലോ, ഇല്ലേ? അത് ശരീരത്തിനുള്ളിൽ പോയാൽ ഈ പറയുന്ന പോലെ സർജറി ചെയ്തപ്പോ വിൽക്കേണ്ടിരുന്ന സാധനമല്ലല്ലോ, അനാവശ്യമായി വെച്ചതാണല്ലോ. അബദ്ധം പറ്റിയാലും അനാവശ്യമായുള്ള സാധനമാണല്ലോ, അതവർക്ക് അംഗീകരിക്കാമോ? പക്ഷെ എന്നിട്ട് അതിന്റെ അടുത്ത നടപടികൾ പരിശോധിച്ചാൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത്. സർജറി ചെയ്ത ഡോക്ടറിനെതിരെ നടപടിയില്ല. അവർ ചോദ്യം ചെയ്യലൊന്നും വിധേയമായിട്ടില്ല. ആരോഗ്യ വകുപ്പിന് ഒന്നും മറ്റാർക്കും അതിന്റെ ഉത്തരവാദിത്തമില്ല. പകരം ഈ പബ്ലിക്കിനെ മുന്നിൽ ഇങ്ങനെ പ്രതികരിച്ച ആ ഡോക്ടർ മാത്രമാണ് അതിന്റെ ഉത്തരവാദി എന്ന നിലയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം, അന്ന് ഇവർ പ്രതികരിച്ചത് ഈ ആരോഗ്യ വകുപ്പിനോ ആരോഗ്യമന്ത്രിക്കോ പാർട്ടിക്കോ ഒക്കെ വേണ്ടിയായിരിക്കാം അവർ ആ നിരുത്തരവാദപരമായ പ്രതികരണം നടത്തിയത്. ആ പ്രതികരണം നടത്തിയതിന്റെ ബാക്കി പത്രമാണ് അവർക്കെതിരെ മാത്രം നടപടി വന്നത്. ഇനി അതിന് എല്ലാം പ്ലാൻഡ് ആണ്. അതായത് മന്ത്രിയെ രക്ഷിക്കാനായി തന്ത്രിയെ ജയിലിലാക്കിയതുപോലെ മന്ത്രിയെ രക്ഷിക്കാനായിട്ട് കൂടുതൽ കുറ്റപ്പെടുത്തൽ ഡോക്ടറിലേക്ക് വരും. മന്ത്രി കുറച്ച് പൂർണ്ണമായി സേഫ് ആകില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ ചർച്ചയെ ഒന്ന് വഴിതിരിച്ചുവിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡില് അതിന്റെ കീഴിലുള്ള ഒരു അമ്പലത്തിൽ സ്വർണ്ണക്കൊള്ള നടന്നാൽ ദേവസ്വം മന്ത്രി എന്ത് പിഴച്ചു? മന്ത്രിക്ക് അതിൽ യാതൊരു ഇതുമില്ല, അത് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞതുപോലെ ആ ഒരു സൂപ്രണ്ടിന്, അന്ന് ആ സംഭവം നടക്കുന്ന കാലത്തെ സൂപ്രണ്ടായ ആ ഡോക്ടറിന് മാത്രമാണ് അതിന്റെ ഉത്തരവാദിത്വം. ആരോഗ്യ വകുപ്പിനോ ആരോഗ്യ മന്ത്രിക്കോ അതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. എങ്ങനെയാണ് ഈ കത്രിക ഉള്ളിലേക്ക് പോകുന്നത്? ഇവർ പറയുന്നത് ഈ ആരോഗ്യ മേഖല ലോകോത്തരമായി നമ്പർ 1, വിദേശങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടത്തെ ചികിത്സ തേടി വരുന്നു. പക്ഷെ ഇവിടെ ഉള്ളവർ വിദേശത്തേക്കുന്നു. അത് ആ ഒരു ട്രോള് കണ്ടായിരുന്നു. ആ ട്രോളിൽ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ എപ്പോഴും ചോദിക്കൂല ഞാൻ എന്തിനാ എപ്പോഴും അമേരിക്കയ്ക്ക് പോകുന്ന, ഇതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഈ കത്രികയെല്ലാം ചുമക്കാനുള്ള ആരോഗ്യ ആ വയസ്സുകാലത്ത് അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അമേരിക്ക പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ലോകോത്തരം എന്ന് പറഞ്ഞാലും പുതിയ ബിൽഡിങ്ങുകൾ പണിഞ്ഞു കൂട്ടിയത് കൊണ്ട് പലതും അപൂർണമാണ്. ബിൽഡിങ്ങുകൾ നിർമ്മാണത്തിൽ ഒരു കുറച്ചു ഭാഗം മുഖം മിനുക്കിയ ശേഷം ഉദ്ഘാടനം നടത്തുക എന്നത് മാത്രമാണ് പലയിടത്തും നടക്കുന്നത്. ഞാൻ പറയട്ടെ,
ബിൽഡിങ്ങുകൾ വേണം എന്ന് വെച്ച് വെറും ബിൽഡിങ്ങുകൾ മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ ഇതിനു മുമ്പ് തന്നെ ഉപകരണങ്ങളില്ലാന്ന് ഡോക്ടർമാരടക്കം പറഞ്ഞത്. അതെ, ഡോക്ടർ ഹാരിസ് എന്തെല്ലാം വെളിപ്പെടുത്തലുകളാണ് ഇവിടെ നടത്തിയത്. എന്തെങ്കിലും അദ്ദേഹം ഒറ്റപ്പെടുന്നതല്ലാതെ മറ്റെന്തെങ്കിലും, അദ്ദേഹത്തെ കള്ളനാക്കാൻ വരെ ഇവിടെ ശ്രമം നടത്തി. അപ്പോ ഏതൊരു ആ സിസ്റ്റത്തിലെ കുഴപ്പങ്ങളെ കുറിച്ച് ആര് വിളിച്ചു പറയുന്നു അവർ ഒറ്റപ്പെടും, പ്രതിയാക്കപ്പെടും, കുറ്റവാളിയാക്കപ്പെടും എന്നല്ലാതെ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ഈ സിസ്റ്റം ഇങ്ങനെ പോട്ടെ, എല്ലാം സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, എന്ത് പ്രശ്നം വരുമ്പോഴും ഒരു ഭാഗം ന്യായീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രോഗികളുടെ എണ്ണം ഇവിടെ വളരെ കൂടുതലാണ്, അപ്പോൾ ഡോക്ടർമാർക്ക് ഇതെല്ലാം കൂടെ ഹാൻഡിൽ, ഡോക്ടർമാരുടെ ആ ജോലി സമയവും ജോലിഭാരം കൂടുതലാണ്, അത് ഒരുവിധം ബാധിക്കുന്നുവെന്ന്. അപ്പൊ ആരാ ഇനി കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കേണ്ടത്? സാധാരണ ജനങ്ങൾ വീട്ടിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുപോകണോ? മറ്റൊന്ന്, ഒരു ആരോഗ്യ മേഖല നമ്പർ 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രോഗികളുടെ എണ്ണം കൂടുന്നതല്ല. ആരോഗ്യമുള്ള ജനതയാണ് ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ 1 എന്ന് പറയണമെങ്കിൽ രോഗികളുടെ എണ്ണം കുറവായിരിക്കണം. ഈ പറയുന്ന എന്ത് മെഡിക്കൽ, നമുക്ക് എന്ത് ആവശ്യം വന്നാലും നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ചേച്ചി ആലോചിക്കും, നമ്മള് ഒരു PHSC എടുത്താൽ നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലാണ് PHSC. അടുത്തായിരിക്കും, സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. സാധാരണ മരുന്നുകൾ കിട്ടുമോ? പരിശോധന നടത്തണമെങ്കിൽ പുറത്തെ ലാബിൽ പോയി പരിശോധന, പല ടെസ്റ്റുകളും പുറത്തു പോയി ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് സംസാരിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ സർക്കാരിനെ വിമർശിക്കുന്നത്? ഈ ആരോഗ്യ മേഖല ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റം നിനക്ക് തന്നെ അറിഞ്ഞുകൂടെ? നിങ്ങൾ എന്ത് കണ്ടിട്ടായി കുറ്റം പറയുന്നത്? ഈ 10 വർഷം കൊണ്ടല്ല, എനിക്ക് എപ്പോഴെല്ലാം ആരോഗ്യപരമായി ഒരു ആശുപത്രിയെ സമീപിക്കണമെങ്കിൽ ഞാൻ സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്ന ഒരാളെ അല്ല. ഞാൻ എൻ്റെ മകനെ പോലും പ്രൈവറ്റ് ആശുപത്രിയിൽ കാണിക്കാറില്ല. എല്ലാ സർക്കാർ സംവിധാനം തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. അത് എന്തുകൊണ്ടാണ്? നമുക്ക് പ്രൈവറ്റ് പോയി പൈസ കൊടുത്ത് നമ്മൾ സുഖ സേവനം അനുഭവിക്കാനുള്ളതല്ല. അതെ, അത് മാത്രമല്ല, നമ്മൾ പോയാൽ മാത്രമേ അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ, ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് സർക്കാർ ആശുപത്രിയിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റി കുറ്റം പറയണമെങ്കിൽ ഞാനത് അനുഭവിച്ചിരിക്കണം. ഇല്ലാതെ വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ടല്ല പറയുന്നതല്ല. അപ്പോൾ ഞാനിത് നേരിട്ട് ഈ 10 കൊല്ലം കൊണ്ടല്ല, ഞാൻ കാലങ്ങളായിട്ട് എന്താവശ്യമുണ്ടെങ്കിലും ആരോഗ്യപരമായി ഞാൻ സർക്കാർ ആശുപത്രികളെ തന്നെയാണ് സമീപിക്കുന്നത്. എന്തെല്ലാം പരിമിതികൾ അവിടെ ഇപ്പോഴും ഉണ്ട്. ഇവർ പറയുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു, അത് കാലാനുസൃതമായി ഉണ്ടായ സാധാരണക്കാരുടെ ജീവിതത്തിൽ പോലും ഉണ്ടായ മാറ്റങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു 10-15 കൊല്ലം മുൻപുള്ള ജനജീവിതമല്ല ഇപ്പോഴുള്ളത്. അതൊന്നും ഒരു സർക്കാരിന്റെ ഇമ്പാക്ട് കൊണ്ടുണ്ടല്ല, കാലം മാറുന്നതിനനുസരിച്ച് ഉണ്ടായ മാറ്റങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് പോലും ഒരു 15 വർഷത്തിന് മുൻപ് ഉപയോഗിക്കുന്ന പോലെയാണോ ഇപ്പോൾ നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്നത്, മെസ്സേജ് അയക്കുന്നത്, ഫോണിൽ കോൾ ചെയ്യുന്നത്? ഇതെല്ലാം കാലാനുസൃതമായ ഉണ്ടായ മാറ്റങ്ങളാണ്. അതേപോലത്തെ ഒരു മാറ്റം മാത്രമാണ് ഈ കേരളത്തിലെ ആശുപത്രികളിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈവനിങ് OP വരെ ഉള്ള ഹോസ്പിറ്റലുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ജനങ്ങൾക്ക് എപ്പോഴും ഈ ആശുപത്രി എന്ന് പറഞ്ഞാൽ 24, അതായത് മാധ്യമ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ 24/7 വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഉള്ളതാണ് പോലീസ്, ആശുപത്രികൾ. ഇതെല്ലാം അങ്ങനെ സേവനം ലഭ്യമാക്കേണ്ടതാണ്. അപ്പോൾ പറയുകയാണ് ഞങ്ങൾ അത് ഇപ്പൊ ഈവനിങ് OP തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു മഹാകാര്യമാണോ? ഇതൊക്കെ ചെയ്യാനല്ലേ ജനങ്ങൾ ഇവരെ ഓട്ട് കൊടുത്ത് മന്ത്രിമാരാക്കി വെച്ചേക്കുന്നത്? ഈ ഒരു ഡോക്ടർ ഇല്ല എങ്കിൽ അന്നത്തെ ഈവനിങ് OPയിൽ എന്താണ്? നാളെ വരാനല്ലേ പറയൂ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഈവനിങ് OPയിൽ പോയി അന്നത്തെ ഒരു ഡോക്ടർ ഇല്ല. വന്ന രോഗികളെല്ലാം എല്ലാരും കുറച്ചും പനിച്ചും വന്ന് നിൽക്കുന്നവരാണ് തിരികെ പോകേണ്ടി വരുന്നത്. എനിക്ക് പേഴ്സണലി അറിയാവുന്നത്, ഈവനിങ് OPയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പാരാസിറ്റമോൾ തരും, അത് കഴിയുമ്പോൾ നാളെ രാവിലെ വരാം. അതെ അല്ലേ? അതെ, അതാണ് അവരൊരു ടെസ്റ്റിനൊന്നും എഴുതില്ല. പനിയായിട്ടാണ്. അല്ല, ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലോ, ലാബിനൊക്കെ പ്രവർത്തന സമയത്തിന് ലിമിറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ഡോക്ടർമാർക്ക് ജോലിഭാരം കൂടുതലാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് പഠിച്ചിറങ്ങുന്ന ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവിടെ ഹൗസ് സർജൻസിന്റെ സേവനം മാത്രമാണ് ഈ സർക്കാർ ആശുപത്രികളിൽ അവർ കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഡ്യൂട്ടി ടൈം ഇങ്ങനെയാണ്, 48 മുതൽ 72 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ടാണ് അവർ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോ അവർ മനുഷ്യരല്ലേ? അവർക്കും ഈ ഡോക്ടർ എന്ന് പറഞ്ഞ MBBS പഠിച്ച് ഇറങ്ങി അവർ ദേവതമാരായിട്ട് ഏഞ്ചലായിട്ട് വന്നിറങ്ങുന്നവരല്ല. അവർക്ക് ദിവ്യശക്തിയൊന്നുമില്ല. പ്രത്യേകിച്ച് സൂപ്പർമാനോ സ്പൈഡർമാനോ പോലെ ഇങ്ങനെ വെള്ളം കുടിക്കാതെയും കുളിക്കാതെയും നനയ്ക്കാതെയും ഒന്നും ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും സമയം ജോലി ചെയ്യാൻ മാത്രം അവർ ദൈവതുല്യരൊന്നുമല്ല. അവരെല്ലാം പച്ചയായ മനുഷ്യരാണ്.
പഠിച്ചിറങ്ങിയ ഉടനെ ഇങ്ങനത്തെ ഒരു ടൈറ്റ് ഷെഡ്യൂൾ കൊടുത്ത് ഡോക്ടർമാരുടെ ആ ജോലിയോടുള്ള ഒരു പാഷൻ ഇല്ലാതാക്കുക, അവരെ ഈ ജോലി വെറുപ്പിക്കുക, രോഗികളോട് ഒരു നല്ല രീതിയിൽ പെരുമാറാൻ പറ്റാത്ത അവസ്ഥയിലാക്കുക, അപ്പൊ കൊണ്ടെത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ സിസ്റ്റം മാറ്റേണ്ടത് എവിടെ നിന്നാണ്? അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ്. ആ ജോലി ചെയ്യാൻ അവർക്ക് ആരോഗ്യപരമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാരുണ്ടെങ്കിൽ ഇപ്പൊ മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള സർക്കാർ ആശുപത്രിയിൽ പോയാൽ നമ്മളെ ചികിത്സിക്കുന്നത് ഈ ഹൗസ് സർജൻസ് ആണ്. അവർക്ക് കുറവെന്നല്ല, സീനിയർ ഡോക്ടർമാർ അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെന്നേ പറയാനൂ. കാഷ്വാലിറ്റി പോകുമ്പോൾ സീനിയർ ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് അപൂർവമാണ്. പക്ഷെ അവർക്ക് അതിന്റെ അവിടെ ആവശ്യമില്ലായിരിക്കാം. പക്ഷെ ഹൗസ് സർജൻസ് ആണ് അവിടെ പരിശോധിക്കുന്നത്. പക്ഷെ ആ ഹൗസ് സർജൻസിനെ പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോ അവർക്ക് എങ്ങനെയാണ് ഈ രോഗികളോട് നല്ല രീതിയിൽ പെരുമാറാനും നമുക്ക് മൈൻഡ് വർക്ക് ചെയ്യണ്ടേ? നമ്മൾക്ക് അധികം പ്രഷർ കൊടുത്താൽ ഈ ഡോക്ടർ ആയാലും അവർക്ക് കാര്യമായി ഇത് ചെയ്യാൻ കഴിയോ? ഇല്ല. അപ്പൊ ഇപ്പൊ ഇവിടെ പറയുന്ന അവരുടെ പ്രഷറാണ് കാര്യം എന്നൊക്കെ പറയുന്നതിൽ യാതൊരു ന്യായീകരണമില്ല. അത് പരിഹരിക്കണം. ഇതെല്ലാം പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ആരോഗ്യരംഗം മികച്ചതാണ് എന്ന് നമുക്ക് വാദിക്കാൻ കഴിയുള്ളൂ. കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് എന്തെങ്കിലും ഒരു അപാകത ഉണ്ടായാൽ ആദ്യം പറഞ്ഞത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ആദ്യം മാറേണ്ടത് സിസ്റ്റം. ഇനി ഒരാളും പറയരുത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന്. അല്ല, ഈ സിസ്റ്റം ആരാ കൊണ്ടുവരേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്. സിസ്റ്റം ഏത് ഗവൺമെന്റ് വന്നാലും, അതിപ്പോ ഈ പറയുന്ന കോൺഗ്രസ് ഗവൺമെന്റ് അല്ലെങ്കിൽ UDF ആകട്ടെ, LDF ആകട്ടെ, BJP ഏത് വന്നാലും അവരാരും ഒരിക്കലും ഇനി സിസ്റ്റത്തെ പഴിചാരരുത്. സിസ്റ്റം മുഴുവനായി മാറ്റേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. വോട്ട് വാങ്ങി ജയിച്ച് അഴിമതി കാണിക്കാനല്ല, സാധാരണക്കാർക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൂടി ഓരോ സർക്കാരും മുൻകൈ എടുത്തേ പറ്റും. ഇനി ആരും പറയുന്നത് ഒരു മേഖലയിലും പറയുന്നത് സിസ്റ്റത്തിന്റെ പിഴവാണെന്ന്. സിസ്റ്റത്തിന്റെ പിഴവെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർ മനസ്സിലാക്കേണ്ട കാര്യം ഭരണകൂടത്തിന്റെ